ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കരകൌശല വിദഗ്ധരെ ശാക്തീകരിക്കാൻ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കി. രാജ്യത്ത് 500ഓളം കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ. മഹാരാഷ്ട്രയിലെ വർധയിൽ ഗുണഭോക്താക്കളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തേക്ക് 13,000 കോടി രൂപയാണ് PM വിശ്വകർമ്മ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് PM വിശ്വകർമ്മ പദ്ധതി ഗുണഭോക്താക്കളുമായി സംവദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനുമെതിരായ പരാതിയിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ പരാതിപ്പെടാൻ കേന്ദ്രീകൃത വാട്സ്ആപ്പ് സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വന്നു. ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 376 റൺസിന് പുറത്തായി. ബംഗ്ലാദേശ് ബാറ്റിംഗ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പരമ്പരാഗത കലാരൂപങ്ങളെ പുനർനിർമ്മിക്കാനും കരകൌശല വിദഗ്ധരെ ശാക്തീകരിക്കാനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷികമാണെന്ന്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ വർധയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. കരകൌശല വിദഗ്ധരുടെ സ്റ്റാളുകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വായ്പകളും വിതരണം ചെയ്യും. 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്ത് 500ഓളം പരിശീലന കേന്ദ്രങ്ങളിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. PM വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷികാഘോഷം തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമനിൽ നടന്ന പരിപാടിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്തു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 5ാമത്തെ സാമ്പത്തിക ശക്തിയാവുക എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചു. 5 വർഷത്തേക്ക് 13,000 കോടി രൂപയാണ് PM വിശ്വകർമ്മ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട് ഗോവിന്ദപുരത്തെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി. സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ച അദ്ദേഹം കരകൌശല വിദഗ്ധരുമായി സംവദിച്ചു. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മുൻ മേധാവി സുജിത് ദാസിനുമെതിരെ PV അൻവർ MLA നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ അംഗീകരിച്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസ് അട്ടിമറിക്കൽ, കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. കാർവാറിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. ശക്തമായ മഴയിൽ കഴിഞ്ഞ ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുനെ കാണാതായത്. ദേശീയപാതയിൽ കണ്ണൂർ മേലെചൊവ്വ ജംഗ്ഷനിൽ അനുവദിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം അടുത്ത മാസം 2-ന് ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 424 മീറ്റർ നീളവും സർവീസ് റോഡ് ഉൾപ്പെടെ 24 മീറ്റർ വീതിയുമുള്ള മേൽപ്പാലമാണ് ഇവിടെ ഉയരുക. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 60 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം പണിയുന്നത്. അണ്ടർപാസ് നിർമ്മാണത്തിനായി കിഫ്ബി അനുവദിച്ച 28 കോടിയോളം രൂപ ഉപയോഗപ്പെടുത്തി നേരത്തെ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ പ്രവൃത്തിക്കുള്ള ടെൻഡർ ലഭിച്ചത്. കണ്ണൂർ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന മേലെചൊവ്വയിലെ ഗതാഗത കുരുക്ക് വർഷങ്ങളായി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു വരികയായിരുന്നു. പ്രവൃത്തി ഉദ്ഘാടനം ഒക്ടോബർ 2-ന് രാവിലെ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് സമാധി ദിനം നാളെ. നാമജപം, ഉപവാസം, പ്രാർത്ഥന, അന്നദാനം തുടങ്ങിയ ചടങ്ങുകളോടെ ശിവഗിരി മഠം മഹാസമാധി ദിനം ആചരിക്കും. സമാധി ദിന സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ദിനാചരണ പരിപാടികൾ നടക്കും. സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മാലിന്യങ്ങൾ വലിച്ചെറിയുക, കത്തിക്കുക, മലിനജലം ഒഴുക്കിവിടുക തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്കായി കേന്ദ്രീകൃത വാട്സ്ആപ്പ് സംവിധാനം യാഥാർത്ഥ്യമായി. 9466 700-800 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ വിവരങ്ങൾ കൈമാറാം. മലിനീകരണവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കേണ്ട പരാതികൾ ഈ നമ്പറിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് എവിടെ നിന്നും വാട്സ്ആപ്പിൽ ലഭിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തുടർ നടപടികൾക്കായി കൈമാറും. ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക പിന്തുണയോടെ ശുചിത്വ മിഷനാണ് പദ്ധതി ആവിഷ്കരിച്ചത്.
ഇന്ന് ലോക ശുചീകരണ ദിനം. നോർവേയിലെ ട്രാംസോ നഗരത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിൽ പരിപാടിയുടെ പ്രമേയം ആർട്ടിക് നഗരങ്ങളും സമുദ്ര മാലിന്യങ്ങളും എന്നതാണ്. ആർട്ടിക് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ആഗോള മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷമാണ് ഐക്യരാഷ്ട്രസഭ UN ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിൽ ലോക ശുചീകരണ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 79 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ മാസം 28-നാണ് വള്ളംകളി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. വള്ളംകളി നടത്തിപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുകയാണ്. പവലിയനുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഹൗസ് ബോട്ടുകൾക്കും ശിക്കാര വള്ളങ്ങൾക്കും മോട്ടോർ ബോട്ടുകൾക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേക സൗകര്യവും ഇക്കൊല്ലം ഒരുക്കുന്നുണ്ട്. വള്ളങ്ങളുടെയും തുഴച്ചിൽക്കാരുടെയും രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയായി. ഇന്ന് ആലപ്പുഴ ജില്ലയിലെത്തുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി വൈകിട്ട് 7 മണിക്ക് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 14 നടത്താൻ ഇരുന്ന വള്ളംകളി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 28 മാറ്റുകയായിരുന്നു. ആലപ്പുഴയിലെ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. പുന്നമട ജെട്ടിക്ക് സമീപം മന്ത്രി PA മുഹമ്മദ് റിയാസ് വൈകിട്ട് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. എറണാകുളം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും. വൈപ്പിൻ, പറവൂർ, ആലുവ, പെരുമ്പാവൂർ, കുന്നത്തുനാട്, പിറവം എന്നിവിടങ്ങളിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലായി 9.18 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ചെന്നൈയിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ഇന്നിംഗ്സിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഇന്ത്യ 376 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശിന് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 5 വിക്കറ്റിന് 44 റൺസ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ്. ദക്ഷിണേന്ത്യ ഖേലോ ഇന്ത്യ വനിതാ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കാര്യവട്ടം LNCPE വെലഡ്രോമിൽ ഇന്ന് സമാപിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 150-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FCയും തൃശൂർ മാജിക് FCയും ഏറ്റുമുട്ടും. വൈകിട്ട് 7:30-ന് മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 955 പോയിന്റ് ഉയർന്ന് 84,140-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 281 പോയിന്റ് നേട്ടത്തിൽ 25,697-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ കൂടി 6,885 രൂപയും പവന് 55,080 രൂപയുമാണ് ഇന്നത്തെ വില. ഓണം വിപണിയിൽ നേട്ടമുണ്ടാക്കി കുടുംബശ്രീ. 2014 ഓണം വിപണന മേളകൾ വഴി 28.47 കോടി രൂപയുടെ വിറ്റുവരവ് നേടി. മേളയിൽ പങ്കെടുത്ത കുടുംബശ്രീ സംരംഭകർക്കാണ് ഈ വരുമാനം ലഭിക്കുക. 3.6 കോടി രൂപ നേടിയ എറണാകുളം ജില്ലയാണ് മുന്നിൽ. ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക പുനരധിവാസം ലക്ഷ്യമിട്ട് പനയുൽപ്പന്ന വ്യാപാരത്തിനായി ബങ്കുകൾ ഒരുക്കി നൽകും. സംസ്ഥാന പനയുൽപ്പന്ന വികസന കോർപ്പറേഷനും സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും തമ്മിൽ പദ്ധതി ധാരണാപത്രം ഒപ്പിട്ടു. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 231 സ്ക്വാഡുകൾ 3881 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. 476 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 108 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവച്ചു. ഒന്നാം സമ്മാനം 25 കോടി രൂപ നൽകുന്ന സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ വിൽപ്പന 37 ലക്ഷത്തിലേക്ക്. നിലവിൽ 40 ലക്ഷം ടിക്കറ്റാണ് അച്ചടിച്ചത്. അടുത്ത മാസം 9-നാണ് നറുക്കെടുപ്പ്. 500 രൂപയാണ് ടിക്കറ്റ് വില. സംസ്ഥാനത്തിന് കുറഞ്ഞ വിലയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാകില്ലെന്ന വൈദ്യുതികാര്യ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ KSEB സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. വീണ്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുൻപ് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരകൌശല വിദഗ്ധരെ ശാക്തീകരിക്കാൻ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി 1 വർഷം പൂർത്തിയാക്കി. രാജ്യത്ത് 500ഓളം കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ. മഹാരാഷ്ട്രയിലെ വർധയിൽ ഗുണഭോക്താക്കളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തേക്ക് 13,000 കോടി രൂപയാണ് PM വിശ്വകർമ്മ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് PM വിശ്വകർമ്മ പദ്ധതി ഗുണഭോക്താക്കളുമായി സംവദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനുമെതിരായ പരാതിയിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ പരാതിപ്പെടാൻ കേന്ദ്രീകൃത വാട്സ്ആപ്പ് സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വന്നു. ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 376 റൺസിന് പുറത്തായി. ബംഗ്ലാദേശിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.